ഇന്നലെ രാവിലെ ഞാൻ തൃശ്ശൂരോട്ട് യാത്ര തിരിച്ചു. യാത്രയിൽ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു അമ്മയും മോനുമാണ്. എനിക്ക് അമ്മയുടെ ഓർമ്മ അപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും കൂടെ തന്നെ ഉണ്ട് അമ്മ കുഞ്ഞ്. തൃശ്ശൂർ എൻ്റെ അച്ഛൻ്റെ നാടാണ്. വീണ്ടും ഇവിടെ വരാൻ പറ്റിയത് വളരെ സന്തോഷം. കുറച്ച് ദിവസം പോയി ഞാൻ വന്നതേ ഉള്ളൂ. വീണ്ടും പരിപാടിക്ക് തന്നെയാണ് ഇവിടെ വന്നത്. അമ്മയുടെ സാന്നിധ്യം അവിടെ എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. ഞാൻ എവിടെ പോയാലും അമ്മ കൂടെ ഉണ്ടെന്നുള്ള തെളിവാണത്. വടക്കനാഥിൻ്റെ മണ്ണിൽ വരാൻ പറ്റിയത് ഭാഗ്യം. കേരള നാടക സംഗീത അക്കാദമിയിലാണ് ഈ പ്രാവശ്യം പ്രോഗ്രാം ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ നടന്ന അതേ പ്രോഗ്രാം തന്നെയാണ്. അവിടെ ചെന്നപ്പോഴും എൻ്റെ അമ്മ കുഞ്ഞ് കൂടെ ഉണ്ട്, എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എവിടെ പോകാനാ? എല്ലാ കുട്ടികളെയും എനിക്ക് കാണാൻ പറ്റി. പ്രോഗ്രാം നടക്കുന്ന സ്ഥലം വളരെ ഗംഭീരമായിരുന്നു. അവിടെ നമ്മുടെ എല്ലാ പിള്ളേരെയും കാണാൻ പറ്റി. ഈ പ്രാവശ്യം കുറച്ച് പുതിയ കുട്ടികളും കൂടി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 60 പേരുണ്ടായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം 79-80 പേരും കണ്ടുണ്ട് പ്രോഗ്രാമിന്. ബ്രഹ്മാവേ, എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. പ്രാക്ടീസ് തുടങ്ങി. സ്റ്റേജിൽ തന്നെയായിരുന്നു, കലാപരിപാടി നടക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു പ്രാക്ടീസ്. പ്രോപ്സ് എല്ലാം അവിടെ എത്തി. എല്ലാവരും പിന്നെ പ്രോപ്സും കാര്യങ്ങളും വെച്ചിട്ട് രണ്ടാമതും പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ കുഞ്ഞുവാവകളെയും കാണാൻ പറ്റി. എല്ലാവരും പ്രാക്ടീസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഞാൻ വന്നത് ഇന്നലെ മാത്രമാണ്, കാരണം എൻ്റെ ചെറിയ റോളാണ്. അപ്പം എല്ലാവരും ഇന്നലെ എത്തി. ഇന്ന് പ്രോഗ്രാം ഉണ്ട്, എല്ലാവരും വരണം, എല്ലാവരും പങ്കെടുക്കണം. തൃശ്ശൂരുള്ളവർ തീർച്ചയായിട്ടും വരണം, കാണേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ സ്റ്റോറിയാണ്. കൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ ഇതിൽ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ എങ്ങനെ നമ്മുടെ ഗുരുവായൂരിൽ വന്നു എന്നുള്ള സ്റ്റോറി നൃത്താവിഷ്കാരത്തിലൂടെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. വളരെ മനോഹരമാണ്, തീർച്ചയായിട്ടും വരണം. കഴിഞ്ഞ പ്രാവശ്യം കണ്ട എല്ലാവരും ഇപ്രാവശ്യം തിരിച്ച് കാണാൻ വരുന്ന ഉറപ്പാണ്. കാരണം പരിപാടി ഗുരുവായൂരിൽ വളരെ ഗംഭീരമായിരുന്നു. അത് വീണ്ടും പുനരാവിഷ്കരണമാണ്. തീർച്ചയായും കാണാൻ വരണം എല്ലാവരും. നമ്മുടെ പരിപാടിയാണ് നാളെ വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 മണി വരെ. അത് ഞങ്ങളുടെ പെർഫോമൻസ് വരുന്നത് 6 മുതൽ 8 മണി വരെയാണ്. ഇപ്പൊ പെർഫോമൻസ് എന്തായിരിക്കുന്നതായിരിക്കും? ശ്രീകൃഷ്ണാർപ്പണം ഞങ്ങൾ ജൂൺ 7 ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നാളെ നമ്മൾ ഈ ഫ്ലോറിൽ ചെയ്യാൻ പോവാണ്. പ്രാക്ടീസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എല്ലാവരും പൂർണ്ണ മേക്കപ്പിലൂടെ, പൂർണ്ണ ഗെറ്റ് ഓവറിലൂടെ തിരിച്ചു വരുന്നതാണ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അടുത്തുള്ളവർ തീർച്ചയായും കാണാൻ വരണം. തൃശ്ശൂരുള്ളവരെല്ലാവരും തീർച്ചയായിട്ടും വരണം. ഇവിടെ കേരള നാടക സംഗീത അക്കാദമിയിലാണ് പരിപാടി. അപ്പം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഓം ശാന്തി.